സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്കനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. വണ്ടൂർ കൂരാട് വരമ്പൻകല്ല് പാലത്തിന് സമീപമാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ രാത്രിയിലാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പുഴയിലേക്ക് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഒരാഴ്ച മുൻപും സമാന സംഭവമുണ്ടായിരുന്നു. തുടർന്ന് പോലീസിലും ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യ വിഭാഗത്തിനുമെല്ലാം പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രിയാണ് നമ്മുടെ കൂരാട് വരമ്പൻകല്ല് പുഴയിൽ സാമൂഹ്യദ്രോഹികൾ കക്കൂസ് സെപ്റ്റിക് മാലിന്യം ഇവിടെ തള്ളിയത്. ഒരു 10 ദിവസം മുമ്പ് ഇതെവിടെ ആവർത്തിച്ചിരുന്നു. അന്ന് സ്റ്റേഷനിൽ പോയി പഞ്ചായത്ത്, അതുപോലെ ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതരൊക്കെ പഞ്ചായത്തു നിന്നും ഇവിടെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിരുന്നു. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. വീണ്ടും രണ്ടാമത് ഇത് ആവർത്തിച്ചു. ഇനിയിപ്പോൾ അത് തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇവിടുത്തെ പ്രദേശ നിവാസികൾ ഇന്ന് സ്റ്റേഷനിൽ പോയി അതുമായി ബന്ധപ്പെട്ട് കണ്ട് അതിൻ്റെ പുറകെ പോവുകയാണ് എന്ന കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഒരു പതിവാക്കിയിട്ടുണ്ട്. ഈ വണ്ടിക്കാർക്കും തന്നെ ഇതിലൊരു വലിയൊരു പേടില്ലാത്തൊരു മാതിരിയാണ്. ഒരു ഒഴിഞ്ഞ സ്ഥലമൊന്നും അല്ല. ഇപ്പോൾ ഇവിടെ ആൾപ്പാർപ്പൊക്കെയുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നട്ടപ്പാരാക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ആരോഗ്യ ഹെൽത്തിൻ്റെ വിഭാഗവും അതേപോലെ തന്നെ പോലീസും അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരും അധികൃതരും ഇതിൽ ഇടപെടണമെന്നും ഇത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു CCTV വെക്കൽ നിർബന്ധമാണ്. അത് ഞങ്ങൾ നാട്ടുകാർ വെക്കണോ അതോ പഞ്ചായത്ത് ഇടപെട്ടുകാണ്ട് അത് വെക്കോ എന്നുള്ളത് തീരുമാനിക്കാനുമാണ്. അത് പഞ്ചായത്തിൻ്റെ തന്നെ ഇവിടെ ശരിക്കും വെക്കണം. നാട്ടുകാർ വേണമെങ്കിൽ സഹകരിച്ച് തരാം എന്ന് മാത്രമേ ഞങ്ങൾക്കിതിൽ പറയാനുള്ളൂ. 4 തവണ ഇത്തരത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിൽ നിന്നോ അവർ അവഗണിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നാട്ടുകാർ, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു CCTV നിർമ്മിച്ച് ഈ പ്രതികളെ പിടികൂടുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് പോകാനാണ് ഈ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഞങ്ങൾ ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം ഈ പ്രധാന റോഡ്, ഈ മലയോര പാത തന്നെ ഞങ്ങൾ ഉപരോധിക്കാൻ തയ്യാറാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് നാട്ടുകാരെത്തിയിട്ടുണ്ട്. ഈ ഒരു വിവരം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ മുഴുവൻ അറിയിക്കുകയാണ്. പോലീസ് മേധാവികളടക്കമുള്ള, പഞ്ചായത്ത് അധികൃതരടക്കമുള്ള എല്ലാവരെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടികൂടാൻ ആവശ്യമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഞങ്ങൾ ജില്ലാ കളക്ടർ, SP, സ്ഥലം MLA, MP അടക്കമുള്ള എല്ലാവർക്കും പരാതി കൊടുത്ത് ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ കുളിക്കാനും മറ്റുമായി ഉപയോഗിക്കുന്ന പുഴയാണിത്. മാലിന്യത്തിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.